ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 75. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഭൂമി അതിലെ സകല നിവാസികൾ ഒരുങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കും. ഡംഭം കാട്ടരുതെന്ന ഡംഭികളോടും കൊമ്പ് ഉയർത്തരുതെന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്. ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. കിഴക്കു നിന്നല്ല, പടിഞ്ഞാറു നിന്നുമല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപനാകുന്നു. അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. വീഞ്ഞു ഞുരയ്ക്കുന്നു. അത് മദ്യം നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കുന്നു. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും. നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. അവൻ്റെ നാമം ഇസ്രയേലിൽ വലിയതാകുന്നു. അവൻ്റെ കൂടാരം ശലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. അവിടെ വെച്ച് അവൻ വില്ലിനെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു. ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. യാക്കോബിൻ്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഢനിദ്രയിൽ വീണു. നീ ഭയങ്കരനാവുന്നു. നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കുന്നവനാർ. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു. ഭൂമിയിലെ സാധുക്കളൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിൽ എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം. ക്രോധശിഷ്ടത്തെ നീ അരക്കി കെട്ടിക്കൊള്ളും. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവേൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനാണെന്ന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാവുന്നു. സങ്കീർത്തനം 77. ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിക്കും. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എൻ്റെ ഉള്ള ആശ്വാസം നിരസിച്ചു. ഞാൻ ദൈവത്തെ ഓർത്തു വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ച് എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു. സംസാരിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. എൻ്റെ ആത്മാവ് ശോധന കഴിക്കുന്നു. കർത്താവ് എന്നേക്ക് തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായിപ്പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ അതെൻ്റെ കഷ്ടതയാവുന്നു. അത്യുന്നതൻ്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ എന്നും ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെക്കുറിച്ചും ധ്യാനിക്കും. നിൻ്റെ ക്രിയയെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിൻ്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിൻ്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബിൻ്റെയും യോസഫിൻ്റെയും മക്കളെ തന്നെ. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു. ആഴികളും വിറച്ചുപോയി. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. ആകാശം നാദം മുഴക്കി. നിൻ്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. നിൻ്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി. മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. നിൻ്റെ വഴി സമുദ്രത്തിലും നിൻ്റെ പാതകൾ പെരുവെള്ളത്തിലും ആയിരുന്നു. നിൻ്റെ കാൽ ചൂടുകളെ അറിയാതെയായിരുന്നു. മോശയുടെ അഹരോൻ്റെയും കയ്യാൽ നീ നിൻ്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. സങ്കീർത്തനം 78. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും. പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു. ഇസ്രയേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരുടെ അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കി തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഢ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെ, അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു. അവൻ മിസ്രൈം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമി പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെപ്പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോടും മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമി മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. യാക്കോബിൻ്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിൻ്റെ നേരെ കോപവും പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാൽ തന്നെ അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അവൻ അവർക്ക് തൃപ്തിയാകുമെന്ന ആഹാരം അയച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിൻ്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായിത്തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ നാവിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു, ഇസ്രായേലിൻ്റെ യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിക്കുമാറാക്കി. അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിച്ചു. അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. എങ്കിലും അവർ വായ കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവ് കൊണ്ട് അവനോട് ഭോഷ്ക് പറയും. അവരുടെ ഹൃദയം അവങ്കിൽ സ്ഥിരമായിരുന്നില്ല, അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തൻ്റെ ക്രോധത്തെ മുഴുവൻ ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അവർ ജഡമത്രേ എന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മിസ്രൈമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കൈയും അവൻ ശത്രുവിൻ വശത്തു നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവ അവരെ അരിച്ചു കളഞ്ഞു. തവളയെയും അയച്ചു, അവ അവർക്ക് നാശം വരുന്നു. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുകിളിക്കും കൊടുത്തു. അവൻ അവരുടെ മുന്തിരിവള്ളികളെ കന്മഴ കൊണ്ടും അവരുടെ കാട്ടത്തിവൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവൻ അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു. അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടതയും അയച്ചു, അനർത്ഥദൂതന്മാരെയും ഒരു ഗണത്തെയും തന്നെ. അവൻ തൻ്റെ കോപത്തിൽ ഒരു പാത ഒരുക്കി, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരത്തിനുള്ളവരെയും വീര്യത്തിൻ്റെ പ്രഥമഫലത്തെയും സംഹരിച്ചു. എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെപ്പോലെ അവരെ നടത്തി. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തൻ്റെ വിശുദ്ധദേശത്തിൽ തൻ്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു, ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരത്തിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീക്ഷ്ണത ജനിപ്പിച്ചു.
ദൈവം കേട്ട് ക്രുദ്ധിച്ചു, ഇസ്രയേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശിലോമിനെയും തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടച്ചിരുന്ന കൂടാരം ഉപേക്ഷിച്ചു. തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു, തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്കിരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു. അവരുടെ വിധവന്മാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു, വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെ ഉണർന്നു. അവൻ തൻ്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു, അവർക്ക് നിത്യനിന്ദ വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസഫിൻ്റെ കൂടാരത്തെ തേച്ചു, എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. എന്നാൽ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരുന്ന ഭൂമിയെപ്പോലെ സ്വർഗോന്നതികളെപ്പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻതൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രയേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ആമേൻ.